ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും നേരുകയാണ്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് വിചിന്തനത്തിനായിട്ട് 3 ചിന്തകളാണ് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ദൂതര് ഇടയന്മാർക്ക് നൽകിയ സന്ദേശം. സകല ജനതയ്ക്കുമായുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ക്രിസ്മസ് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത സ്വീകരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഈ സദ്വാർത്ത സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ് ഓരോ ക്രിസ്മസും നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ സദ്വാർത്ത സ്വീകരിച്ച ഇടയന്മാർ നിഷ്കളങ്കരായിരുന്നു. യാതൊരു വിധത്തിലുള്ള കാപട്യമൊന്നുമില്ലായിരുന്നു. ആ നല്ല മനുഷ്യർ ഈ സദ്വാർത്ത സ്വീകരിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവർ പുൽക്കൂട്ടിൽ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയെന്നാണ് പറയുന്നത്. അതുപോലെ കിഴക്ക് നിന്ന് വന്ന ജ്യോതിശാസ്ത്രജ്ഞർ, അവർക്ക് സദ്വാർത്ത ലഭിച്ചത് നക്ഷത്രത്തിൻ്റെ രൂപത്തിലാണ്. അവർ അത് കണ്ടപ്പോൾ, രക്ഷകൻ്റെ ആഗമനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയപ്പോൾ, അവർ ആ രക്ഷകനെ തേടി മൈലുകളോളം താണ്ടി അവർ എത്തി. ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലാണ് അവർ ആദ്യം അന്വേഷിച്ചത്. പക്ഷേ അവിടെ ഈശോയെ കാണാനായിട്ട് കഴിഞ്ഞില്ല. അവർ തിരിച്ചുപോയി ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിനെ കണ്ടു. അവരുടെ കയ്യിലിരുന്ന സ്വർണവും മീറയും കുന്തുരുക്കവും ഒക്കെ സമർപ്പിച്ചു. സന്തോഷത്തോടുകൂടെ അവർ തിരിച്ചുപോയി. ഇവിടെ ദുഃഖിതരായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഹെറോദേസും ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലുള്ളവരും. അവർക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദുഃഖമാണ്, വേദനയാണ് ഉണ്ടായത്. കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലായിരുന്നു. ദൈവസ്നേഹമുള്ള ഇടയന്മാർക്ക്, ദൈവസ്നേഹമുള്ള ജ്യോതിശാസ്ത്രജ്ഞർക്ക് സന്തോഷം ലഭിച്ചെങ്കിൽ, ഒട്ടും ദൈവസ്നേഹമില്ലാതിരുന്ന എന്നാൽ ഭാഗികമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർക്ക് ദുഃഖവും വേദനയുമായിരുന്നു ഉണ്ടായിരുന്നത്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എനിക്ക് നിങ്ങൾക്കുമൊക്കെ സ്വീകരിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കാര്യമില്ല. പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണമാണ് ആവശ്യം. നിങ്ങൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ വായിച്ച ഒരു കവിതയുടെ ഉള്ളടക്കമായിട്ടുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വർണ്ണരഥത്തിൽ വന്ന രാജാവിനെ കണ്ട ഭിക്ഷു വിചാരിച്ചു, ധാരാളം ധാന്യങ്ങൾ, ധാരാളം സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടി, ഇനി ഭിക്ഷ യാചിക്കണ്ടല്ലോ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് രാജാവ് സ്വർണ്ണരഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ യാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും തരിക. രാജാവിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ യാചകൻ ചിന്തിച്ചിട്ട് അവൻ ചെയ്തത് എന്താണെന്നോ, അവൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു ധാന്യമണി എടുത്തു കൊടുത്തു. ആ ധാന്യമണിയെ രാജാവ് സ്വീകരിച്ചു പോയി. അന്ന് വൈകിട്ട് തിരിച്ചു വന്ന് സഞ്ചിയിലുള്ള ധാന്യമണികളൊക്കെ കുടഞ്ഞ് നോക്കിയപ്പോൾ അതിലൊരു സ്വർണ്ണമണി ഇരിക്കുന്നു. രാജാവിന് കൊടുത്ത ധാന്യമണി സ്വർണ്ണമണിയായിട്ട് തിരിച്ചു വന്നു. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. കാരണം എന്താ? അവൻ ആലോചിക്കുകയാണ്, അവൻ മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ ഇത് മുഴുവനും സ്വർണ്ണ മണികളായിട്ട് മാറുമായിരുന്നില്ലേ? ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കാൻ സന്നദ്ധമാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ സദ്വാർത്ത നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാവും. ഇല്ലെങ്കിലോ അസ്വസ്ഥരായിട്ട്, ദുഃഖിതരായിട്ട്, വേദനിച്ച് ഈ ജീവിതം കഴിയേണ്ടതായിട്ട് വരും. ക്രിസ്മസ് നൽകുന്ന സന്തോഷവും ക്രിസ്മസ് നൽകുന്ന സമാധാനവും ഈ സദ്വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട്
ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാകട്ടെ. ഈ രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായിട്ടൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ രക്ഷകൻ ആരാ? ഔസേപ്പിതാവിനുണ്ടായിരുന്ന ദർശനത്തിൽ ദൂതൻ പറയുന്നുണ്ട്, പ്രവാചകൻ അരുൾ ചെയ്തതുപോലെ ദൈവം നമ്മോടുകൂടെ എമ്മാനുവേൽ എന്നറിയപ്പെടും. ദൈവം നമ്മോടുകൂടെ വിവിധങ്ങളായിട്ടുള്ള രൂപത്തിൽ ഭാവത്തിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു തിരിച്ചറിവാണ് വേണ്ടത്, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അത് രോഗത്തിൻ്റെ നടുവിലായാലും സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലായാലും മാനസിക പ്രശ്നങ്ങളുടെ മധ്യത്തിലായാലും പരിഹാസത്തിൻ്റെയും വേദനയുടെയും ഒക്കെ മധ്യത്തിലായാലും ഒരു തിരിച്ചറിവുണ്ടാകണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നോടുകൂടെയുണ്ട് എന്ന്. ആ മനസ്സും ആ ബോധ്യവും എനിക്കുണ്ടെങ്കിൽ എന്തിനാ നിരാശപ്പെടുന്നേ? എന്തിനാ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്നേ? എന്തിനാ തളരുന്നേ? എൻ്റെ കൂടെ എൻ്റെ സൃഷ്ടാവും രക്ഷകനുമായിട്ടുള്ള എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ. 2000 ഇറങ്ങിയ ഒരു അമേരിക്കൻ മൂവിയാണ് കാസ്റ്റ് അവേ എന്നുള്ള ഫിലിം. 1995 പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൻ്റെ അടുത്ത് ഒരു കാർഗോ വിമാനം തകർന്നു വീണു. അതിൽ ജീവനക്കാരെല്ലാവരും മരിച്ചു എന്നാണ്. ഇന്നത്തെ പോലെ സാങ്കേതിക സംവിധാനങ്ങൾ കുറവായിരുന്നല്ലോ 95. അപ്പോൾ അതുകൊണ്ട് ആ ജീവനക്കാരെല്ലാം മരിച്ചു എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അതിലൊരു ജീവനക്കാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഒറ്റപ്പെട്ട ദ്വീപിൽ വന്നു. അവിടെ നോക്കിയപ്പോൾ ആരുമില്ല, പാർപ്പിടം താമസിക്കാനില്ല, ഭക്ഷണം പാകം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ സൗകര്യങ്ങളില്ല. പച്ചമീനൊക്കെയാണ് എടുത്ത് കഴിച്ചത്, ഇലകളൊക്കെയാണ് കഴിച്ചത്. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അതല്ല അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചത്. അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചത് ആരോടെങ്കിലും ഒരു അക്ഷരം മിണ്ടാനോ ഒരു സൗഹൃദം പുലർത്താനോ ഒരാൾ പോലും ഇല്ല. താൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ അതിലൂടെ കടന്നുപോയപ്പോൾ ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വന്നു. ഒറ്റപ്പെട്ടതിൻ്റെ 4 വർഷത്തെ വേദനയുമായിട്ടാണ് സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. സ്വന്തം നാട്ടിൽ വരുമ്പോൾ അവിടെയുള്ളവർ കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതി അന്ത്യശുശ്രൂഷകൾ പോലും നടത്തി കഴിഞ്ഞു. ഇദ്ദേഹത്തെ സംശയദൃഷ്ടിയോടുകൂടിയാണ് എല്ലാവരും കണ്ടത്. 4 വർഷം ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞതിൻ്റെ ദുഃഖത്തെക്കാളും കൂടുതൽ ദുഃഖം അദ്ദേഹത്തിനുണ്ടായൊരു സ്വഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ്. അവിടെ വന്നപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ സംശയത്തോടുകൂടി അദ്ദേഹത്തെ നോക്കുന്നു. മറ്റുള്ളവരുടെ മധ്യത്തിലും താൻ ഒറ്റപ്പെട്ടവനായി ഇരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ. ഈ ഒറ്റപ്പെടലുകൾ ഇന്ന് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഓൺലൈനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ഒറ്റപ്പെടലിന് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ പ്ലീസ് ഡു ഹാവ് എ കൺവിക്ഷൻ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ബോധ്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ആ ബോധ്യത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. 3-ാമത്തെ ചിന്ത, പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ ഔസേപ്പിതാവും ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കാനായിട്ട് ഒരു ഇടം തേടി പലയിടത്തും ചെന്നു. സത്രത്തിൽ ചെന്നപ്പോൾ അപരിചിതർക്കും അതുപോലെ തന്നെ അവിടെ വരുന്നവർക്കുമൊക്കെ ആശ്രയം കൊടുക്കേണ്ട സത്രത്തിൽ പോലും അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്താനാണ്, ഉണ്ണിയേശുവിനെ കിടത്താനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പരാതിയുമില്ലായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിന് ഒരു പരാതിയുമില്ലായിരുന്നു. ഇന്ന് നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും സംതൃപ്തിയും സമാധാനവും നഷ്ടപ്പെടുന്നത് ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലാത്തതിനെക്കുറിച്ച് പരാതികളും വേദനകളും പറയാനാണ് പലപ്പോഴും തോന്നുന്നത്. അതാണ് പലപ്പോഴും നൊമ്പരപ്പെടുത്തുന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തേക്ക് ഈശോയുടെ മുഖമായിട്ട് വരുന്ന പാവപ്പെട്ടവരും വേദനിക്കുന്നവരും നൊമ്പരപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരില്ലേ? നാമും സത്യത്തിൻ്റെ വാതിലടച്ച് ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ക്രിസ്മസിൻ്റെ ഒരു കഥയില്ലേ, വാലസ് എന്ന 9 വയസ്സുകാരൻ്റെ. അവനൊരു നാടകം അഭിനയിക്കാനായിട്ട്
അവൻ്റെ സംവിധായകൻ അവനോട് പറഞ്ഞു, നിൻ്റെ റോൾ ഇതാണ്. പരിശുദ്ധ കന്യാമറിയും ഔസേപ്പിതാവും സത്രത്തിൽ വരുമ്പോൾ അവർക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുക. മിടുക്കനായിട്ടുള്ള അവൻ നാടകത്തിൻ്റെ അവസരത്തിൽ നാടകം അരങ്ങേറിയപ്പോൾ അവൻ്റെ റോള് വളരെ ഭംഗിയായിട്ട് അവൻ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് വാതിലടച്ച് അവൻ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ അമ്മയുടെ, ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ നൊമ്പരപ്പെടുന്ന മുഖം മനസ്സിലേക്ക് തെളിഞ്ഞ്, കൂടെ നടന്ന ഔസേപ്പിതാവിൻ്റെ വേദന നിറഞ്ഞ മുഖം. അവൻ ഉടനെ വാതിൽ തുറന്നു. നാടകത്തിൽ ഇല്ലാത്തൊരു ഡയലോഗ് അവന് പറയുകയാണ്, ഏയ് മാതാവേ, ഔസേപ്പിതാവ് വരൂ, എൻ്റെ മുറിയിൽ താമസിക്കാം. സത്രത്തിലുള്ള മുറി നിങ്ങൾക്കില്ലെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾക്ക് ഇടം തരാം. നാടകത്തിലുള്ള ഡയലോഗല്ല, പക്ഷേ ആ വാലസിൻ്റെ മനസ്സലിഞ്ഞതിൻ്റെ ആ നാടകത്തിൽ ഇല്ലാത്തൊരു റോള് അവൻ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന വേദനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ സത്രത്തിൽ വാതിലടച്ച പോലെ അടയ്ക്കാനായിട്ട് നാം തയ്യാറാകുന്നുണ്ടോ? ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാൻ നമുക്ക് സന്നദ്ധമാണോ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കേണ്ടവരെ അവഗണിക്കുകയും ബഹുമാനിക്കേണ്ടവരെ തഴയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയ വളരെയേറെ പ്രകടമായിക്കൊണ്ടിരിക്കുക, വളരെ സ്വാധീനം ചെലുത്തുക. നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തികളൊക്കെ എഴുതി വിടാനോ പോസ്റ്റ് ചെയ്യാനുള്ള വേദിയാവുമ്പോൾ ഓർക്കുക, അനേകം പേരുടെ മനസ്സുകളിൽ അത് മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അല്പമെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, അല്പമെങ്കിലും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ, അല്പമെങ്കിലും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പേരുടെ മനസ്സുകളിലെ മുറിവുകൾ മാറ്റിയെടുക്കാൻ കഴിയില്ലേ? ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, വേദനിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവർ, അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളാകുന്ന വിധത്തിലൊരു സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു സീ ദ ഫേസ് ഓഫ് ഗോഡ്, ഗോ ടു ദ പെരിഫറൽസ്, സീ ദ ഫേസ് ഓഫ് ദ പുവർ, നീഡി ആൻഡ് മാർജിനലൈസ്ഡ്. പാവപ്പെട്ടവരിലേക്കും വേദനിക്കുന്നവരിലേക്കും ഒന്ന് എത്തി നോക്കി, അവിടെ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഞാൻ ക്രിസ്മസ് സന്ദേശം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സകല ജനതയ്ക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ക്രിസ്മസ്. അത് ദൈവം നമ്മോടുകൂടെയാണ് എന്നുള്ള ഉറപ്പാണ്. അത് പ്രകടമാകുന്നത് നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, വേദനിക്കുന്നവരിലേക്ക് തിരിയുമ്പോഴാണ്. നമുക്ക് ഈ സന്തോഷവും സമാധാനവും ക്രിസ്മസ് വേളയിൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.